എന്താ കമന്റ് ഞാൻ നോക്കും. പക്ഷെ ഒരു തവണ കയറിയ ആൾക്കാർ പറ്റില്ല, ബിഗ് ബോസ് പറഞ്ഞില്ല. ഇതിന് ചിലപ്പോ ലാസ്റ്റിന് പറ്റുമായിരിക്കും. ഈവണായില്ലടി, ഈവണായില്ലേ, ചിലപ്പോ പറ്റിയാലും. അവൾ എന്റെ അടുത്ത് ഒന്ന് ചൊറിഞ്ഞ് മേടിക്കുന്നതല്ലേ മോനെ. ഇപ്പം മറ്റേ സാധനം തന്നെ, ഞാൻ ഗബ്രീനെയാണ് നോക്കിയത്. നമ്മളെ ഡെൻ റൂം ലോക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി ഇറിറ്റേറ്റഡ് ആവണം, ഗബ്രിയുടെ വാ തുറക്കണം, ഗബ്രിയുടെ വായിൽ നിന്ന് ഗബ്രി ഞാൻ അവനെ തൊട്ട് മുമ്പത്തെ ദിവസം അവൻ ഇമോഷണലി വീക്കായിരുന്നു, ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഹെൽപ്പ് ചെയ്ത. അതിലെന്തെങ്കിലും വ്യത്യാസം അവൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. അപ്പൊ അവൻ ഇമ്മീഡിയറ്റ്ലി എന്നെ വിളിച്ചത്, എടാ നാണമില്ലാത്തവനെ, എടാ ഉളുപ്പില്ലാത്തവനെ, ഇങ്ങനെയൊക്കെയാണ് അവൻ എന്നെ വിളിച്ചത്. അപ്പൊ ഇത്രേ ഉള്ളൂ അവൻ. രാവിലെ അവന് മറ്റേ പരിപാടി, ഇമോഷണൽ പരിപാടി, വൈകുന്നേരം അവന് ഞാൻ നാണമില്ലാത്തവനും ഉളുപ്പില്ലാത്തവരും മറ്റവനെ മറിച്ചവനെയൊക്കെ ആയി. സോ ദാറ്റ് ഇസ് ഹിസ് തിങ്. നോ, അങ്ങനെയുള്ള ആളുടെ അടുത്ത് ഞാൻ ഇതിന് സഹതാപം കാണിക്കണം? അപ്പൊ അത് ഞാൻ ചെയ്ത് ഗബ്രീനെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്തത്. ഗബ്രിയുടെ മനസ്സിലിരിപ്പ് പുറത്തേക്ക് വരണം. നമ്മളിവിടെ ആരോടൊന്നും പറയണ്ട. നീ എങ്ങനെയാണെന്ന് ഞാൻ നിന്നോട് ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ 10 പേരെടുത്ത് അബി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ല പറയേണ്ടത്. അബി ഹിംസെൽഫ് ഷുഡ് ഓപ്പൺ അപ്പ്. എന്റെ സ്വഭാവം ഞാൻ തന്നെ തുറക്കും ഒരു ദിവസം വരുമ്പോ. അതിന് പറ്റിയൊരു കണ്ടസ്റ്റന്റ് ഓപ്പണിൽ നിന്നിട്ട് എന്നെ ട്രിഗർ ചെയ്താൽ മതി. എന്റെ കച്ചറത്തരൊക്കെ പുറത്തു വരും. എന്റെ വരുമ്പോ അതിന് പറ്റിയൊരു കണ്ടസ്റ്റന്റ് ഓപ്പണിൽ നിന്നിട്ട് എന്നെ ട്രിഗർ ചെയ്താൽ മതി. എന്റെ കച്ചറത്തരൊക്കെ പുറത്തു വരും. എന്റെ എക്സ്പോസ് ദംസെൽഫ്. സീ അബി, യു ക്ലിയർലി നോ ഞാൻ നിന്റെ അടുത്ത് പെരുമാറുന്ന വളരെ വ്യത്യാസമുണ്ട്. ഞാൻ വളരെ വ്യത്യാസമുണ്ട്. ബിക്കോസ് നമ്മൾ ഇരുന്ന് അന്ന് സംസാരിച്ചതിന് ശേഷം നിനക്ക് മനസ്സിലായി വാട്ട് ഐ എം ഫീലിംഗ്. എനിക്ക് നിന്നെ ഫീൽ ചെയ്യാൻ, നിന്നോട് ഇരുന്ന് സംസാരിക്കുന്നതിന് മുന്നേ എനിക്ക് നിന്നെ മനസ്സിലായി നീ പാവമാണ്. ഞാൻ നിന്നെ ഇപ്പൊ സോപ്പ് ചെയ്യോ എഴുതിയൊന്നും അല്ല കേട്ടോ. എനിക്കറിയാം നീ എന്ത്. ഐ ക്ലിയർലി നോ വൈ യു ആർ ഹിയർ, വൈ യു ആർ ഇൻസൈഡ് ദി ഷോ. ഐ ക്ലിയർലി നോ ആൻഡ് യു ആർ നോട്ട് ഹാം ഫോർ മീ ബിക്കോസ് ഓഫ് ദാറ്റ്. ഓക്കെ, നമ്മുടെ ഇന്റൻഷൻസ് രണ്ടാണ്. നീ എനിക്ക് ഒരു ത്രെറ്റും അല്ല, ഞാൻ നിനക്ക് ഒരു ത്രെറ്റും അല്ല. ഈ ഷോയിൽ നീ ഈ ഷോയിൽ എന്താണ് വന്നത് അത് നീ ഗെയിൻ ചെയ്യും ഫോർ ഷുവർ, 100%. ഞാൻ നിനക്ക് ഉറപ്പ് തരാം. ഞാൻ പറഞ്ഞ ഷോയുടെ പെർസ്പെക്റ്റീവിലാണ് പറഞ്ഞത് കേട്ടോ. സോ അതുകൊണ്ട് എനിക്ക് നിന്നെ സോപ്പ് ചെയ്തിട്ട് എനിക്ക് റിട്ടേൺ ഒന്നും കിട്ടാനില്ല. പക്ഷെ ഐ എം ടെല്ലിങ് യു ദിസ് മാൻ, ഷീ ഈസ് പോയിസൺ എന്ന് ഞാൻ പറഞ്ഞു. വെനമസ് ആണ്. ഇയാളൊക്കെ ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്തിട്ട് ഇയാളൊക്കെ പറയും ഞാൻ പോയി ഇരിക്കാറുണ്ട്. എന്തുകൊണ്ടെന്നറിയാമോ, ഇന്ന് ഞാൻ അവിടെ പോയിരുന്നോണ്ടാണ് ഇയാൾ എന്തോന്നാ മറ്റേ ഇതെല്ലാം വലിച്ചു വരട്ടേക്ക് ഞാൻ കണ്ടത്. അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു കഷ്ടമായത്. ഗബ്രി, ഞാൻ അവിടെ പോയി ഇരുന്നത് എല്ലാരും ഇരിക്കുന്നോണ്ടാണ്. ഇവര് പ്രശ്നം നടന്നപ്പോ പോയിരുന്നതല്ല, ഞാൻ പോയി ഇരുന്നതിന് ശേഷമാണ് അവിടെ പ്രശ്നമായത്. മനസ്സിലായോ? ഞാൻ ചെന്നിരുന്നപ്പോ പ്രശ്നമായെന്നല്ല, പോയിരുന്നതിന് ശേഷമാണ് അവിടെ പ്രശ്നമായത്. എന്ത് തോന്നിയാസം പറഞ്ഞിട്ട് ലാസ്റ്റ് എന്താ പറയും, സോറി. എന്തൊരു കഷ്ടമാ. എന്ത് വൃത്തികേടായിട്ട് പറഞ്ഞാലും ചിരിച്ചു കൊടുക്കാൻ കുറെ പേര്. എല്ലാരും ചിരിച്ചു കൊടുക്കാൻ കുറെ ആൾക്കാർ. ഇത് തന്നെ ലൈക്ക് ഇറിറ്റേറ്റ് ചെയ്യാണ്. മനസ്സിലായോ? ഒരാളുടെ ഇമോഷൻസ് പറയുമ്പോൾ, ഒരാളുടെ സങ്കടം പറയുമ്പോൾ, അത് ഒരാൾക്കടുത്തിരുന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിന്ന് കാണിക്കുന്ന ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ നീ കണ്ടോ? ഇത് താങ്ങാനുള്ള മനക്കെട്ട് എനിക്കില്ല എന്നും പറഞ്ഞ് തകർന്നു പോകും, തളർന്നു പോകുന്നല്ല, വിഷമം വരും. അത്രേ പറഞ്ഞുള്ളൂ, വിഷമം വരും എന്നേ പറഞ്ഞുള്ളൂ. പിന്നെ നീ ഇപ്പോ ആ ടീം ആയതുകൊണ്ട് തന്നെ നീ അധികം നേരം എൻ്റെ അടുത്തില്ല. അപ്പൊ ഞാൻ കൂടുതൽ ഒറ്റയ്ക്കാണ്. എന്റെ ടീമിലുള്ള ആരും അങ്ങനെ എന്റെ അടുത്ത് മിണ്ടാറില്ല. പറഞ്ഞു കൊടുക്കും, നീ കുറച്ചുകൂടെ ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും പറ്റാത്ത രീതിയിലേക്ക് ലോക്ക് ചെയ്യും. ഗബ്രി ഇനി എന്നെ ലോക്ക് ചെയ്യാനൊന്നുമില്ല. ഗബ്രി ഇനി എന്നെ ലോക്ക് ചെയ്യാനുള്ള ഒരൊറ്റ സാധനം തരാമോ? നിന്നെ ഇവിടുന്ന് പുറത്തു വിട്ട, അല്ലെങ്കിൽ നിന്നെ പറഞ്ഞ് തിരുത്തിയ, മീൻസ് എന്നോട് മിണ്ടരുത് എടുക്കരുത്, അങ്ങനെ ഒരു സാധനത്തിൽ നീ ലോക്ക. അല്ലാതെ ഇനി എനിക്ക് പറ്റാനായിട്ട് വേറൊന്നും ബാലൻസ് ഇല്ല ഗബ്രി. കാരണം എല്ലാം എനിക്ക് പറ്റിക്കഴിഞ്ഞു. ഇയാളുടെ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ക്യാപ്ഷൻ ആയിരുന്നപ്പോ ഇയാൾ എന്തോരം വള്ളീന്ന് ഞാൻ ഊരിക്കൊണ്ടുവന്നു. എന്തോരം. ഇയാളൊരു ടിഷ്യൂ കേസും എന്റെ കാലിന്റെ ഇതും അത് പറയുമ്പോ ഇയാളുടെ എന്തോരം വള്ളിയിൽ നിന്ന് ഇയാളെ ഞാൻ ഊരിക്കൊണ്ടുവന്നു. ആവശ്യം ഉണ്ടായിരുന്നു വെച്ചാൽ ഇല്ലായിരുന്നു. ഞാൻ ജിൻഡു അല്ലല്ലോ. ആദ്യത്തെ പറയണതാണ്. ഇത് ഞാൻ നിന്നോട് ആദ്യത്തെ ആഴ്ച പറയണതാണ്. റിപ്ലൈ തരുന്ന രീതി,
അയാളുടെ കയ്യിൽ നിന്ന് കാർഡ് താഴെ വീണപ്പോഴാണ് ഉത്തരത്തിരിക്കുന്നത് കിട്ടിയല്ലോ പക്ഷെ അതിന് അയാൾ റിപ്ലൈ തരുന്ന രീതി നീ കാണുന്നുണ്ടോ? അത് ചിരിച്ചു കൊടുക്കാൻ എന്തോരോ ആൾക്കാരാ. അതിന് സിബിൻ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ എന്താണെന്ന് അറിയാമോ? എന്റെ ബ്രെയിൻ ഓൾറെഡി ഫിക്സ്ഡ് ആണ് ഇയാൾ ഇങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇയാൾ പറയുന്നതൊക്കെ തമാശയായിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. എന്നിട്ട് അത് അബിയോട് വന്ന് എക്സ്പ്ലെയിൻ ആയിട്ട് കൊടുക്കുന്നു. അത് ഓരോരുത്തരെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയുണ്ടെന്ന്. അപ്പൊ എന്നെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിലാണ് എന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. ജാൻമണിയെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതി ഉണ്ടെന്ന്. ജാൻമണിയെ ഹാൻഡിൽ ചെയ്താൽ അവന് ആവശ്യമായിട്ട് അവന് നിന്നു കൊടുക്കും. ലൈക്ക് അവന്റെ കാര്യങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുമെന്നുള്ളത് കൊണ്ട് അവൻ അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. അത് ജിൻഡോയെ ഹാൻഡിൽ ചെയ്യുന്നു. എന്തുകൊണ്ട് ഗബ്രിയെയും ജാസ്മിനെ എന്നാ അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമല്ലോ? അവൻ എല്ലാരെയും അങ്ങനെ പഠിച്ചതാണെങ്കിൽ അവന് പറ്റുമല്ലോ. അടുത്താണ് ഞാൻ ഇരിക്കണം ജാസ്മിൻ, പതുക്കെ പറഞ്ഞു. അവൻ അങ്ങനെയാണെങ്കിൽ അവനങ്ങനെ പറ്റുമല്ലോ. അവൻ എന്തുകൊണ്ട് അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നില്ല? കാരണം ഇരുന്ന് കൊടുക്കില്ല, നിൽക്കില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടല്ലേ. അപ്പൊ പിന്നെ എന്തിനാണ് അവൻ അങ്ങനെ പറയുന്നത്? പിന്നെ അവിടെ നിന്ന് പറഞ്ഞു അവൻ കളി കാണാതാണ് ഇതിനകത്തോട്ട് വന്നത്. കളി കാണാതെ വന്നോണ്ടാണോ ഫസ്റ്റ് ദിവസം ഓരോരുത്തരെ പറ്റി അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോ അവ അവിടെ നിന്ന് അഭിപ്രായം പറഞ്ഞത്? ഞാൻ നിന്നോട് ഒറ്റ കാര്യം ഞാൻ ചോദിക്കണുള്ളൂ. ഇത് നീ വീണ്ടും ഇത് നിനക്ക് മനസ്സിലാവില്ല. അതാണ് എനിക്കിപ്പോ മനസ്സിലാവണ കാര്യം. നിനക്ക് മനസ്സിലാവില്ല. കാരണം നീ ഇപ്പോഴും ചിന്തിക്കുന്ന രീതി ഞാൻ പറയുന്നതല്ല നീ ചിന്തിക്കണേ. നീ ചിന്തിക്കേണ്ടത് ഇത്രയും വിഷമം വരരുത് എന്നാ പറയണേ. വിഷമം വരും, നോർമൽ ആണെങ്കിൽ വിഷമം വരും. ഇത് ഗെയിമാണ്, ഇത് അങ്ങനെയാ ചെയ്യുള്ളൂ എന്ന് അവർ തീരുമാനിച്ചു. അറ്റാക്ക് ചെയ്യുന്നത് ഇപ്പൊ ഇന്ന് നോറേന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഓൾറെഡി നോമിനേഷനിൽ 2-3 പേരെ കൊണ്ടുവരാനായിട്ട് അവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. നോറയുടെ അടുത്ത് വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. നോറ ചെയ്യില്ല എന്ന് നോറ പറഞ്ഞു. അവർ ഓൾറെഡി നോമിനേഷൻ വരെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അതായത് ഗ്രൂപ്പ് കൂടി ഇവര് എങ്ങനെ ഗെയിം കളിക്കുന്നല്ല, ആരെ നോമിനേറ്റ് ചെയ്യണം. 3-4 പേരെ നോമിനേഷനിൽ കൊണ്ടുവന്നാൽ അവരിൽ ഒരാൾ എന്തായാലും പുറത്തു പോകും. അപ്പൊ എല്ലാവർക്കും പ്രശ്നമുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന 4 പേരെ മാത്രം നോമിനേഷനിലേക്ക് കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ കൂട്ടത്തിൽ ചേരാത്ത അവരുടെ അടിമയായിട്ട് നിൽക്കാത്ത 4 പേരെ മാത്രം നോമിനേഷനിൽ കൊണ്ടുവന്നാൽ അവരൊരാളെ പുറത്താക്കുമെന്ന് നമ്മൾ ആദ്യം ഇങ്ങനെ സാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞ സാധനം. പക്ഷെ ചീപ്പ് ഗെയിമാണ് അത് ഓൾറെഡി പ്ലാനിങ് ഇവിടെ നടന്നു. അല്ലല്ല, ചീപ്പ് ഗെയിം അവര് കളിക്കും. കാരണം അവര് നിന്റെ കൂടെ വന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. ഗബ്രി, ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല സിബിൻ നല്ല ഗെയിമർ ആണെന്ന്. സിബിൻ കളിക്കുന്ന ഗെയിമാണ് എനിക്ക് ഇഷ്ടം.